നമസ്കാരം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ മൂന്നാം ഊഴത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത്. വളർച്ചാ നിരക്കിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഭാരതത്തിന്റെ സാമ്പത്തിക സുസ്ഥിരത ഇക്കാലത്തെ മികച്ച നിലയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ബജറ്റ് അവതരണം. ഭാരതത്തിന്റെ ആഗോള സാമ്പത്തിക സ്ഥിതി ഒരു ദശാബ്ദം കൊണ്ട് 10ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്കാണ് കുതിച്ചത്. ഉരുക്കുൽപാദനത്തിൽ 4ൽ നിന്ന് 2ാം സ്ഥാനത്തേക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിൽ 12ാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്തേക്കും ഭാരതം നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 2014 മുതൽ 2024 വരെയുള്ള 10 വർഷം കൊണ്ട് വിസ്മയകരമായ വളർച്ചയാണ് 1 ബില്യൺ മൂല്യമുള്ള യൂണിക്കോൺ ബിസിനസ്സിൽ ഭാരതം കൈവച്ചിരിക്കുന്നത്. ഉൽപാദനത്തിനും ഉപഭോഗത്തിനും കയറ്റുമതിയിലും വിദേശ നിക്ഷേപത്തിലും കൈവരിച്ച ഭാരതത്തിന്റെ വളർച്ചയുടെ വിശേഷപ്പെട്ട സാഹചര്യങ്ങളെ വികസനത്തിന്റെ പുതിയ ചക്രവാളങ്ങളിലേക്ക് നയിക്കാൻ പുതിയ ബജറ്റ് നിർദ്ദേശങ്ങൾ നിശ്ചയമായും സഹായിക്കും. പുതിയ സംരംഭങ്ങൾ ഏറ്റെടുക്കാനുള്ള ഭാരതത്തിന്റെ സാധ്യതകളും സന്നദ്ധതയും കൂടുതൽ മെച്ചപ്പെട്ട നിലയിലാക്കാൻ ബജറ്റ് നിർദ്ദേശങ്ങൾക്ക് സാധിക്കണം. മേക്ക് ഇൻ ഇന്ത്യയിൽ നിന്നും മേക്ക് ഫോർ ദ വേൾഡ് എന്ന നിലയിലേക്കുള്ള ഭാരതത്തിന്റെ മാറ്റത്തിന് സഹായകമാണ് ധനമന്ത്രിയുടെ ബജറ്റ് നിർദ്ദേശങ്ങൾ. ആസ്തികൾ കൈമാറ്റം ചെയ്യുമ്പോൾ പ്രവാസികൾക്കുള്ള ദീർഘകാല മൂലധന നേട്ട നികുതി നിരക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റിലാണ് ഈ നിർദ്ദേശമുള്ളത്. ടാക്സ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് പ്രകാരമാണ് പ്രവാസികൾക്ക് പ്രതിസന്ധി രൂപപ്പെട്ടിരുന്നത്. സിറ്റിസൺ എന്ന വാക്കിന് പകരം റെസിഡന്റ് എന്ന വാക്ക് ഉപയോഗിച്ചതിലൂടെ പ്രവാസികൾ പരിധിക്ക് പുറത്തായി. വസ്തുവിന്റെ വിലക്ക് മേൽനാണ്യ പെരുപ്പത്തിന്റെ സ്വാധീനം കണക്കാക്കാത്ത ഇൻഡെക്സേഷൻ ഇല്ലാത്ത നികുതി 12.5%. പുതിയ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ റെസിഡന്റ് നികുതിദായകർക്കൊപ്പം പ്രവാസികൾക്കും ഇതിന്റെ പരിധിയിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ബജറ്റ് നിർദ്ദേശത്തിൽ പറയുന്ന ദീർഘകാല മൂലധന നേട്ട നികുതി യോജിപ്പിക്കുന്നതിന് തുറന്നു വരുന്ന ബില്ലുകളിലാണ് തീരുമാനമാകേണ്ടതെന്ന് ഇക്കാര്യത്തിൽ നിയമ പോരാട്ടം നടത്തുന്ന ശ്രീജിത്ത് കോട്ടയിൽ പറഞ്ഞിരുന്നു. നിർദ്ദേശം നടപ്പാക്കാൻ ഇനിയും കടമ്പകളേറെയുണ്ട്. ഇക്കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ ഇടപെടണമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം പ്രവാസികൾക്ക് മറ്റ് ആശ്വാസ പദ്ധതികളില്ല എന്നത് പ്രവാസ ലോകത്ത് പ്രതിഷേധം സൃഷ്ടിക്കുന്നതാണ്. 2025 ബജറ്റിൽ പ്രവാസി ഇന്ത്യക്കാരെയും വിദേശ നിക്ഷേപകരെയും ബാധിക്കുന്ന ചില പ്രധാന നികുതി മാറ്റങ്ങളുണ്ട്. ഇലക്ട്രോണിക്സ് നിർമ്മാണ സൗകര്യങ്ങൾ സ്ഥാപിക്കുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വിദേശ സ്ഥാപനങ്ങൾക്ക് അനുമാന നികുതി വ്യവസ്ഥ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ നിർമ്മാണ യൂണിറ്റുകളിലേക്ക് ഘടകങ്ങൾ സംഭരിക്കുന്ന പ്രവാസികൾക്ക് സുരക്ഷിത തുറമുഖ വ്യവസ്ഥയും അവതരിപ്പിച്ചിരുന്നു. കേന്ദ്ര ബജറ്റിൽ പ്രവാസി ക്ഷേമത്തെ പറ്റി ഒരു വരി പോലും ഉൾപ്പെടുത്താത്ത മുൻ ബജറ്റിലെ പോലെ പ്രവാസി അവഗണന തുടരുകയാണെന്ന് ഗൾഫിലെ വിവിധ സംഘടനകളും വ്യക്തമാക്കിയിരുന്നു. പ്രവാസി പണം രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ സംരക്ഷിക്കുന്നുവെന്ന് പറയുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നത്. എന്നാൽ അതിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച പ്രവാസികളെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്.